ഓറിയൻ്റൽ ഇൻഷുറൻസിലെ ഏജൻറ്റുമാർ എങ്ങനെയാണ് പോർട്ടലിൽ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് കയറാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയണത്. അപ്പോൾ എല്ലാ ഏജൻറ്റുമാരും ഗൂഗിളിൽ കയറുക. അതിന് ശേഷം ഓറിയൻ്റൽ എന്ന് അടിച്ചു കൊടുക്കുക. ഓറിയൻ്റൽ വന്നിട്ടുണ്ട്. ഓറിയൻ്റൽ വന്നു. ഓറിയൻ്റലിൻ്റെ സൈറ്റിൽ കയറുക. അപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അത് കളഞ്ഞേക്കുക. ലോഗിൻ എഴുതിയിരിക്കുന്ന അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. 3 വരകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോകും. അതല്ല, ലോഗിനിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. യൂസർ ഐ ഡിയും പാസ്വേഡും നമുക്കറിയില്ലല്ലോ, പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നീല നിറത്തിൽ സൈൻ അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. സൈൻ അപ്പ് ചെറിയ അക്ഷരത്തിലാണ് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറാണോ പാർട്ട്ണറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏജൻറ്റ്സൊക്കെ പാർട്ട്ണറായിട്ടാണ് കയറേണ്ടത്. അപ്പോൾ പാർട്ട്ണർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏജൻറ്റിൻ്റെ കോഡ് ചോദിക്കും. ഏജൻറ്റിൻ്റെ കോഡാണ് യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കോഡ് BA40116420 ആണ്. അത് ഞാനവിടെ അടിച്ചു കൊടുത്തു. സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ 2 OTP വരും. ഒരെണ്ണം SMS ആയിട്ടും ഒരെണ്ണം ഇമെയിലിലും വരും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പോളിസികളിൽ ഇൻ്റർമീഡിയറ്ററി എന്നുള്ള സെക്ഷനിൽ നമ്മുടെ ഫോൺ നമ്പരും മെയിൽ ഐ ഡിയും കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മെയിൽ വരുള്ളൂ. ഇപ്പം എൻ്റേത് കറക്റ്റ് ആയതുകൊണ്ട് എനിക്കിപ്പോൾ മെസ്സേജ് വന്നതുകൊണ്ട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ആ മെസ്സേജ് കറക്റ്റായിട്ട് ഇവിടെ എൻട്രി ചെയ്യുക. അത് സൂക്ഷിച്ച് ചെയ്യണം. 5 കണ്ട വേഡ്സ് വന്നു, മാറ്റിയിട്ട് 5144 ഓക്കെ, അത് വന്ന്. ഇനി അടുത്തത് ഇമെയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാനായിട്ട് പോകാം. ഇപ്പം മെയിൽ എടുക്കുക. OICL എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതി വെക്കാം. 3889. അതിനുശേഷം തിരിച്ച് നമ്മൾ ഇവിടെ വന്ന് അതിൽ വളരെ ശ്രദ്ധയോടുകൂടി 3889 ഇത് എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ വരും. നമ്മുടെ പേര് വരും, മൊബൈൽ നമ്പർ വരും, മെയിൽ ഐ ഡി വരും, നമ്മുടെ ഏജൻസി കോഡ് വരും, നമ്മുടെ അഡ്രസ്സ് വരും, ഓഫീസിൻ്റെ കോഡ് വരും. എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന മറന്നു പോകാതിരിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് ബുക്കിൽ നമ്മളത് എഴുതി വയ്ക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പാർട്ട്ണറിൻ്റെ, ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ആരുടെയും ഒരാളുടെ പേര്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് ജൂലി PC എന്നാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് J വലുതിട്ടു, ബാക്കി അക്ഷരങ്ങളൊക്കെ JULYPC ചെറിയ അക്ഷരം ഇട്ടു. ഇനി നമുക്കൊരു @ കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിഹ്നം കൊടുക്കുക. പിന്നെ നമ്പരും കൊടുക്കുക, 1 2 3 4 അങ്ങനെ ഒരു നമ്പർ കൊടുക്കുക. അതിനുശേഷം അത് കറക്റ്റായിട്ട് ഇപ്പുറത്ത് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അടിച്ചു കൊടുത്തത് വലിയ അക്ഷരം J, ചെറിയ അക്ഷരം U, പിന്നെ ചെറിയ അക്ഷരം L, ചെറിയ അക്ഷരം Y, P, C. അതിന് ശേഷം കൊടുത്തത് @ ആണ്. @1 2 3 4. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് നോക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും. JULYPC @1 2 3 4 കറക്റ്റാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് കൺഫേം ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ പാസ്വേഡ് സക്സസ് എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ആളായതുകൊണ്ട് കണ്ട ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു പച്ച നിറത്തിൽ സക്സസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് കളഞ്ഞതിന് ശേഷം തിരിച്ച് ലോഗിനിൽ പോകുക. ലോഗിൻ എഴുതിയിരിക്കുന്ന വേഡിങ്സിൽ തന്നെ ടച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ
യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ കോഡാണ്, BA40116420. എൻ്റെ കോഡാണ്. നിങ്ങൾ നിങ്ങളുടെ കോഡ് കൊടുക്കുക. അതിന് ശേഷം പാസ്വേഡ് അവിടെ കൊടുക്കുക. നമ്മൾ ജെ വലിയ അക്ഷരം JULYPC@123 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ പാസ്വേഡ് അവിടെ കൊടുക്കുക. അത് എഴുതി വയ്ക്കണം കേട്ടോ, മറന്നു പോകാതെ. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ സേവ്ഡ് ആയതുകൊണ്ട് അതിനകത്ത് അതിൽ ഞെക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മളോട് ഒരു ചോദ്യം പറയുന്നുണ്ട്, ചൂസ് ഓൾ ദ ചെയേഴ്സ്. 5 ചെയറുകളുണ്ടാവും, അതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. 1 2 3 4 5. ചില സമയത്ത് ക്ലോക്കുകളായിരിക്കും, ചിലപ്പോൾ ബെഡുകളായിരിക്കും, ചിലപ്പോൾ കർട്ടനായിരിക്കും, ചിലപ്പം ബാസ്ക്കറ്റ് ആയിരിക്കും. എന്തായാലും 5 ഉണ്ടാവും. അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം അടിക്കുക. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പോർട്ടലിൽ എത്തിച്ചേർന്നു. ലാപ്ടോപ്പിലൊക്കെയാണ് നമ്മുടെ പേരും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്താണ് ബൈ പോളിസി, റിന്യൂവൽസ്, അപ്കമിങ് റിന്യൂവൽസ്, ക്വിക്ക് പേ, നമ്മുടെ പോർട്ടലിൽ ചെയ്ത പോളിസികളെല്ലാം കാണാൻ പറ്റും. സെർച്ച് പോളിസി, അങ്ങനെ എല്ലാ സംവിധാനം ഇതിനകത്തുണ്ട്. എപ്പോഴും നമ്മൾ ഡാഷ്ബോർഡിൽ കയറണം. ഇതിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം റിന്യൂവലിന് പോയി തിരിച്ച് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിൽ വരിക. ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് ലോഗ് ഔട്ട് ആവുകയും ചെയ്യാം. അപ്പോൾ എല്ലാ ഏജൻറ്റുമാരും ഇതൊന്ന് ശ്രദ്ധിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.